എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം മലയാള സിനിമയിൽ 22-23 വർഷത്തെ ഇറങ്ങിയ സിനിമകളുടെ കണക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 209 സിനിമ ഈ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തത്, അതുകൂടാതെ ഒരു 10-11 സിനിമ ഇനി റിലീസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വർഷത്തിൽ ഏകദേശം ഒരു 220 സിനിമ ആകെ ഇറങ്ങിയതായിട്ട് ഒരു കണക്ക് കണ്ടു. അപ്പോൾ ആ സിനിമ അത്രയും ഇറങ്ങിയതിൽ നിന്ന് കളക്ട് ചെയ്ത സിനിമ വെറും 13 എണ്ണമാണ്. 13 സിനിമയാണ് കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു റേഷ്യോ നിങ്ങളൊന്ന് നോക്കിയോ. എന്തോരം സിനിമ നഷ്ടത്തിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോരം പ്രൊഡ്യൂസേഴ്സിൻ്റെ കാശ് പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചേക്കണത്, അല്ലെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്? മലയാള സിനിമ ഒരു ശരിക്കും പറഞ്ഞാൽ അധപ്പതനത്തിലേക്ക് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് പറയണം. ഇതിനൊക്കെ ഒരു കാരണം നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള സിനിമയെ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം. ഈ ഒരു അവസരത്തിൽ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സിനിമകളും അല്ലെങ്കിൽ അത് ചെയ്തിരുന്ന ആൾക്കാരും ആ സിനിമകൾ എത്ര വിജയ ശതമാനം എത്രയായിരുന്നു, ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു സമയമാണിപ്പോൾ യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴുള്ള സിനിമകൾ ഭൂരിഭാഗവും പരാജയപ്പെടുന്നു? അപ്പം നമ്മുടെ നാട്ടിലെ സിനിമയ്ക്ക് നല്ലൊരു ദിശയിലേക്ക് പോകേണ്ട ഒരു സിനിമ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ടെക്നിക്കൽ സൈഡ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒത്തിരി പേര് നമ്മുടെ മലയാളത്തിലുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. എന്നിട്ടും ഈ സിനിമ ഇപ്പോൾ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരുടെ ഒരു ചിന്താഗതി അങ്ങനെയായിരുന്നു, നമ്മുടെ നാട്ടിൽ ഭയങ്കര ടെക്നീഷ്യന്മാരാണ്. ഈ ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാൽ എന്ത് ടെക്നീഷ്യന്മാരാണ്? ഈ ടെക്നീഷ്യന്മാർ എഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഡിസൈനേഴ്സോ അല്ലെങ്കിൽ ക്യാമറാമാൻമാരോ? ഈ ആൾക്കാരെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും കിട്ടും. അപ്പം നമ്മുടെ നാട്ടിലില്ലെങ്കിലും പുറത്തുനിന്നാണെങ്കിലും കൊണ്ടുവരാം നമുക്ക്. പക്ഷേ അതല്ലല്ലോ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഒരു സംവിധായകൻ്റെ കലയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ സംവിധായകൻ എന്ന് പറയുന്ന ആരാണ്? ഈ സംവിധായകനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് സംവിധായകൻ്റെ പോരായ്മ തന്നെയാണ്. ഒരു സംവിധായകൻ ഏറ്റെടുക്കണം അതിൻ്റെ ഉത്തരവാദിത്തം. കാരണം സംവിധായകനാണ് സിനിമയുടെ യഥാർത്ഥ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ സംവിധായകനാണ്. സംവിധായകൻ വിചാരിക്കുന്ന രീതിയിലാണ് സിനിമ പോകേണ്ടത്. യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റ് ആരെഴുതിയാലും സംവിധായകൻ അതിനെ സംവിധായകൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംവിധായകനാണ് വിചാരിക്കേണ്ടത് എൻ്റെ സിനിമ എങ്ങനെയായിരിക്കണം. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ അതിൻ്റെ ഉത്തരവാദിത്വം സംവിധായകന് തന്നെയാണ്. ഒരു കഥ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ അതിൻ്റെ ഉത്തരവാദിത്വം സംവിധായകന് തന്നെയാണ്. ഇത് കൂട്ടായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണെന്നൊന്നും പറയണതിൽ ഒരർത്ഥമില്ല. കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. പക്ഷേ ഈ സിനിമയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംവിധായകനിൽ അധിഷ്ഠിതമാണ്. എന്നാൽ മാത്രമേ ആ സിനിമ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ വരുള്ളൂ. ഇതിപ്പോൾ ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെ അഭിപ്രായം നോക്കിയിട്ടാണോ സിനിമ എടുക്കുന്നത്? അല്ല, സംവിധായകൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ സംവിധായകൻ ഒരു സിനിമ എങ്ങനെയാവണം, എൻ്റെ സിനിമ എങ്ങനെയാവണം എന്ന സംവിധായകനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഏത് കഥ തിരഞ്ഞെടുക്കണം, ഈ കഥ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇത് ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ. അപ്പോൾ ഏറ്റവും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം സംവിധായകന് തന്നെയാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രാപ്തനാണോ എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. സിനിമ എടുക്കാൻ പോകുന്ന ഒരാൾ, ഞാൻ സിനിമ എടുക്കാൻ പോവുകയാണ്, അപ്പോൾ ഈ സിനിമ എടുക്കാൻ ഞാൻ പ്രാപ്തനാണോ, അല്ലെങ്കിൽ
ഈ എന്താണ് എൻ്റെ ഒരു മാനദണ്ഡം ഞാൻ സിനിമ എടുക്കാൻ പോണതിൽ? എനിക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ് സിനിമയിൽ? അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? സ്വയം ചോദിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. പണ്ടുണ്ടായിരുന്ന കലാകാരന്മാർ എല്ലാം കലാകാരന്മാർ തന്നെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എല്ലാ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകന്മാരെല്ലാവരും കലയെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു. ഇന്നിപ്പോൾ ആരാണ് കലയെക്കുറിച്ച് ബോധമുള്ളവർ? എന്തെങ്കിലുമൊക്കെ ഒരു കഥ കിട്ടി എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ എടുക്കാമെന്നല്ലാണ്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വളരെ ചുരുക്കം ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത്. 211 അല്ലെങ്കിൽ 220 സിനിമ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് 13 സിനിമ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 20 സിനിമ പോലും വന്നില്ല. 200 മാറ്റി നിർത്താം. 20 സിനിമയിൽ 13 കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കണക്ക് ഭയങ്കരമാണ്. ഇത് 220 200 പൊളിഞ്ഞ് കാശ് പോയി. മുടക്കിയവൻ്റെ എന്താ പറയുക, ഇനി അവനെ ഈ പരിസരത്തേക്ക് വരില്ല. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ സിനിമ വിജയിക്കും? ഏതെങ്കിലും പ്രൊഡ്യൂസർ ഒരിക്കൽ വന്നാൽ പിന്നെ തിരിച്ചു വരുമോ? കൊണ്ടേ പെടുത്താണ് അവരെയൊക്കെ, കുറേ ആൾക്കാരെയൊക്കെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ മുടക്കണെ സംബന്ധിച്ചിടത്തോളം അവന് കണക്ക് കാണിച്ചു കൊടുക്കും. എന്ത് കണക്കാണ് കാണിച്ചു കൊടുക്കണത്? എന്ത് കണക്കാണ് നമ്മൾ കൊടുക്കണത്? ഒരു സംവിധായകൻ എന്ത് കണക്ക് കൊടുക്കാൻ പറ്റും കാശ് മുടക്കുന്നതിന്? ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സംവിധായകൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അത് സ്വയം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ സിനിമ ഇറങ്ങിയാൽ ഗ്യാരണ്ടീഡായിട്ട് പൈസ തിരിച്ചു കിട്ടുമോ? അങ്ങനെ ചോദിച്ച് പറയാൻ പറ്റുന്ന കുറേ സംവിധായകന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവരൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ ഉള്ള സംവിധായകർ എല്ലാവരും അടച്ചല്ല ഒരിക്കലും പറയുന്നത്. ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം, അതായത് ഈ സിനിമയുടെ ഈ 13 സിനിമ വിജയിച്ചു എന്ന് പറയുന്നതും അതിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിക്കണം. അതിലെല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഭൂരിഭാഗം ആൾക്കാരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. മലയാള സിനിമ മാറണമെങ്കിൽ നമ്മളുടെ കലയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും തന്നെ സിനിമ ചെയ്യണം. കലാബോധമുള്ളവൻ സിനിമ ചെയ്യണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് സിനിമയാണെന്ന് പറയണതിൽ ഒരു അർത്ഥമില്ല. ഇപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. ഷൂട്ട് ചെയ്യാൻ ആൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഷൂട്ട് ചെയ്തെടുക്കും, ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത് തരും, എഡിറ്റ് ചെയ്ത് തരും ഗംഭീരമായിട്ട്. അത് നമ്മൾ പറയണ പോലെ ചിലപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ തരും. അത് മാത്രം പോരല്ലോ, നമ്മളൊരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പം മുതൽ ആ കഥ തിരഞ്ഞെടുത്താൽ ഈ കഥയെ നമ്മൾ ഏത് രീതിയിൽ അതിനെ ഈ സംവിധായകൻ എന്ന് പറയുന്ന ഒരാൾ ഏത് രീതിയിൽ ഈ കഥയെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ബോധ്യം ഈ സംവിധായകൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കഥ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലെ സംവിധായകന്മാർ സ്വയം ചോദിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വയം ചോദിക്കണം, എൻ്റെ സിനിമ എന്താണ് ഞാൻ കാണിച്ചു വെച്ചേക്കണത്? അപ്പം ഇതിനൊരു പോം വഴി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സ്വയം ഓരോരുത്തരെയും നമ്മൾ സ്വയം വിലയിരുത്തണം. ആദ്യം നമ്മൾ വിലയിരുത്തി ഞാൻ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ആ സിനിമയെ പറയുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ വിലയിരുത്തി എന്ന് വയ്ക്കുക. ഓക്കെ, ഞാൻ ചെയ്താൽ സിനിമ വിജയിക്കും എന്ന് വിലയിരുത്തി എന്ന് വയ്ക്കാം. അപ്പോഴും ആലോചിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ഈ സിനിമ ഞാൻ ഈ രീതിയിൽ, എൻ്റെ ഈ രീതിയിൽ ഞാൻ ഈ പറയുന്ന കഥ പ്രേക്ഷകൻ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അതാണ് ആലോചിക്കേണ്ടത്. അവരെടുത്തില്ലെങ്കിൽ കഴിഞ്ഞു, അവരെടുക്കുക. അതാണ് ഇപ്പോൾ ഈ സിനിമ കാണുന്നത്. ആർട്ട് സിനിമയാണെങ്കിൽ അത് വേറെ വിഷയം. ഒരു കലാമൂല്യമുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ അത് വേറെ വിഷയമാണ്. അതിനെ എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. ഒരു വിഭാഗം ആൾക്കാരെ ഉൾക്കൊള്ളുള്ളൂ, മനസ്സിലാക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു പോസിറ്റീവ് കാര്യം കൂടിയുണ്ട്. അത് ഞാൻ എടുത്തു പറയണത്, ഈ ഒരു സാഹചര്യത്തിൽ എടുത്ത് പറയേണ്ടതും കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ പേരൊക്കെ നല്ല അസല് സിനിമ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ.
അത് എന്താ പറയുക, അവർ നല്ല രീതിയിൽ അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ കഴിവ് കുറച്ചും കൂടി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അസല് സിനിമാക്കാരനാവാനുള്ള ചാൻസ് ഉള്ള കുറേ പേരുണ്ട്. ഒരാളെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ എന്താണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അപ്ഡേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിട്ടും കാര്യമില്ല. ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറാമാനെ വിളിച്ചാൽ നമുക്ക് കാര്യം നടക്കും. സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്യുന്നതിന് മുമ്പ് സ്വയം നമ്മളൊരു കഥ എടുക്കുന്നതിന് മുമ്പ് ആ സമയത്ത് മുതൽ തുടങ്ങുകയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഹോംവർക്ക് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മലയാള സിനിമ ഒരിക്കലും പൂർണ്ണമായിട്ടും നിലച്ചൊന്നും പോവില്ല, ഒരിക്കലും നിലച്ചു പോവില്ല. പക്ഷേ അതിലേക്ക് വരുന്ന ആൾക്കാർ കുറയും ഈ ഒരു സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ. പക്ഷെ അത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സഭ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാത്തത് ഞാൻ ബ്ലോക്ക് ചെയ്യും. കാരണം അഭിപ്രായം പറയുക എന്ന് പറയുന്നതും എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ഉള്ള ഒരാൾക്കേ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒരു കണ്ടൻറ്റും ഇല്ലാത്തവനാണ് ഈ ചീത്ത പറഞ്ഞ് അഭിപ്രായം ഇടുന്നത്. അവനെക്കുറിച്ച് അവനോട് സഹതാപമാണ് ശരിക്കും ഉള്ളൂ. കാരണം അത് ഒരു കണ്ടൻ്റ് ഇല്ലാത്തവനാണ്. എന്തെങ്കിലും ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് വേണ്ടേ? അങ്ങനെ ഇല്ലാത്തൊരാളാണ് ഈ ചീത്ത വിളിച്ചിട്ട് കമൻ്റ് ഇടുന്നത്. അപ്പോൾ അവരോട് നമുക്ക് സഹതപിക്കാനേ പറ്റുള്ളൂ, സഹതാപം മാത്രമേ ഉള്ളൂ അവരോട്. പക്ഷെ അങ്ങനെ ഒരു കമൻറ്റ് വന്നാൽ ഞാൻ ബ്ലോക്ക് ചെയ്യുള്ളൂ. അത് നമ്മളതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല. അവരോട് സഹതപിച്ചിട്ട് നമ്മളത് മാറ്റി വയ്ക്കുകയുള്ളൂ. പക്ഷേ എന്തെങ്കിലും അതിനെക്കുറിച്ച് വളരെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു വിഷയമായിട്ട് നമ്മൾ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.